അതെ പറ എങ്ങനെയുണ്ടായിരുന്നു മാഡം? ഇല്ല സപ്പോർട്ട് ചെയ്താ പോയി, അത് ചലഞ്ചിലില്ല. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് നോക്ക്. എന്നോട് പറഞ്ഞു ഒറ്റ ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപ, ഓൾവേസ് ബി ഹാപ്പി അല്ലേ? അങ്ങനെയല്ലേ വിജയ് പറഞ്ഞേക്കണത്? അറിയത്തില്ല. അനുവേ എന്താ ഇന്നത്തെ പരിപാടി? ഈ സിനിമയ്ക്ക് നമ്മള് പോകുന്നേ അറിയില്ല. സത്യം പറഞ്ഞല്ലോ നമ്മള് ഒരുപാട് നാളായി. നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമകളൊന്നും അങ്ങനെ വരാറില്ല. നമുക്കുള്ളതാണെങ്കിലും ഭയങ്കര ദൂരെയാണ്. നമ്മൾ ഈ സിനിമ കാണുന്നത് ഒരു മണിക്കൂർ ദൂരം ഉണ്ടല്ലേ അറൗണ്ട്. അപ്പൊ ഒരുപാട് കാലം ഞങ്ങളിപ്പോ ഒരു സിനിമ കാണാൻ പോയിട്ട്, അപ്പൊ ഞാൻ വിചാരിച്ച് ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണാൻ പോകും. അനു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ? ഞാൻ അതിന്റെ ഒരു പാർട്ടും കണ്ടിട്ടില്ല. എന്നെയും കൊണ്ട് പോയി എന്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അനുവിനെയും കൊണ്ട് പോകുന്നത്. കാരണം അവൾക്കറിയില്ല ഇത് ഏത് തരം മൂവി ആണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ അവളുടെ ഒരു റിയാക്ഷൻ എന്താണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇവളെയും കൊണ്ട് പോകുന്നത്. സമയം 5 മണി 6 മണി. ഇപ്പൊ സമയം ഉണ്ടല്ലോ, ഇപ്പൊ സമയം 8 മണിയായി. നമുക്ക് സമയം സിനിമയെന്ന് പറയുന്നത് 8 മണിയായി. നമുക്ക് സിനിമയെന്ന് പറയുന്നത് 9:15. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരെ ചേട്ടന്റെ വീടിന്റെ അടുത്താണ് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ വണ്ടിയും കൊണ്ട് പോയി അവിടെ ചേട്ടന്റെ വീട്ടിൽ പാർക്ക് ചെയ്യാം. എന്നിട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, അവിടെ നിന്ന് 2 മിനിറ്റേ ഉള്ളൂ. അപ്പം അവരോട് സിനിമയ്ക്ക് വരുന്നുണ്ടാന്ന് ചോദിക്കാം. എനിക്ക് വരുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം നാളെ അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അല്ലേ? വരുവാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് പോവാം. അവരും കാണാൻ സാധ്യതയില്ല. ചേച്ചിക്ക് നാളെ ഡ്യൂട്ടിയാന്നാ കേട്ടെ. അപ്പൊ പിന്നെ ചേച്ചി എന്തായാലും വരുമെന്ന് തോന്നുന്നില്ല. ചേട്ടൻ വരുമായിരിക്കും, അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാം. ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് മറ്റേ സിനിമ കണ്ടു, ഒരു ജോക്കറിന്റെ സിനിമ കണ്ടു. ജോക്കറല്ല, ക്ലൗണിന്റെ സിനിമ കണ്ടു. ആ സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു. അതിന്റെ അവസാന ഭാഗം ആയപ്പോഴേക്കും മറ്റേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിനിമയുടെ പേരെന്താന്ന് പറ? ക്ലൗൺ അല്ല, ക്ലൗൺ ഇൻ എ കോൺഫീൽഡ്. ക്ലൗൺ ഇൻ എ കോൺഫീൽഡ് എന്ന സിനിമ കണ്ടു. ആ പടം എങ്ങനെയുണ്ട്? കണ്ടത്ര എങ്ങനെയുണ്ട്? അടിപൊളി ത്രില്ലിംഗ് സിനിമ. നമ്മള് മറ്റേ ജോക്കറിന്റെ ഒക്കെ വേറെ വേർഷൻ. ക്ലൗണിന്റെ തന്നെ സിനിമകള്, പക്ഷെ നമ്മുടെ മറ്റേ മാർക്കോയുടെ പോലെ ഭയങ്കര ബ്രൂട്ടൽ സീൻസുകളും. ക്ലൗൺ ഇൻ എ കോൺഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു പടമാണ്. പക്ഷെ അതും തിയേറ്ററിൽ ഓടുന്നുണ്ട്. പക്ഷെ ഞാൻ ടൈം നോക്കിയപ്പം അത് 10 മണിക്കാണ്. അവസാന ഭാഗം കാണാൻ പറ്റുമോ? തിയേറ്ററിൽ കയറിയാ ജസ്റ്റ് അവിടെ കൂടി പോയി അങ്ങോട്ട് ചെന്നാൽ അവസാന ഭാഗം കാണാൻ പറ്റിയില്ല. ഏതായാലും നമുക്ക് ഈ പടം കാണാൻ പോവാം അല്ലേ? നീ എന്നാലും നിന്റെ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവി ആയിരിക്കും ഫൈനൽ ഡെസ്റ്റിനേഷൻ? വല്ല വാറുമായിരിക്കും. എനിക്ക് തോന്നുന്നു താല്പര്യമില്ലാത്ത സംഭവം അത്. പക്ഷെ നീ ഞെട്ടൂടിയനോ? എനിക്കിഷ്ടമല്ല. നീ ഞെട്ടും. അത് വാറ് ഇരിക്കട്ടെ, നീ പക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഞെട്ടും. നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നു. ബെറ്റുണ്ട്, കാരണം ഇത് വാറൊക്കെ ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ സിനിമയൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും. പിന്നെ മറ്റേ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സ്പൈഡർമാന്റെ സിനിമയൊക്കെ ഇഷ്ടമാണല്ലോ. നിനക്ക് ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ ഉണ്ടെന്ന് അറിയടാ. പോപ്കോൺ മേടിച്ചു തരുമോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല്? ആർക്ക് പോപ്കോൺ പോകുമ്പോ തന്നെ എനിക്ക് പോപ്കോൺ മേടിച്ചു തരാന്ന് കൂടുതൽ പോവാ. ശരിക്കും ഉണ്ടല്ലോ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 6 പാർട്ടാണ് ഉള്ളത്. ഇപ്പം ഇറങ്ങിയതാണ് 6ാമത്തെ പാട്ടെന്ന് പറയുന്നത്, ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 to 5 ഒറ്റയടിക്ക് കുത്തിയിരുന്ന് കണ്ട പടമാണ്. കാരണം അതെല്ലാം 1.5 മണിക്കൂർ വെച്ചിട്ടേ പടം ഉള്ളൂ. പക്ഷേ അത് ഫസ്റ്റ് കണ്ടപ്പോ തൊട്ട് എനിക്ക് സെക്കൻഡ് കാണണം, തേർഡ് കാണണം, ഫോർത്ത് കാണണം, അങ്ങനെ കണ്ടൊരു പടാ അത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടാ. എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ പാട്ട് പാർട്ട് 5 ഇറങ്ങുന്ന എന്തോ 2014 എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ഒരു ടൈമിലാണ് 6 ഇറങ്ങുന്നത്, ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ത്രില്ലുണ്ട് സത്യം പറഞ്ഞത്. അവനും എന്തായാലും കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അവളെയും കാണിക്കണം, കാരണം അവൾക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടാവുന്ന എന്റെ മനസ്സ് പറയുന്നത്. യൂട്യൂബിൽ ട്രെയിലർ ഒന്നും കാണണ്ട. നീ ഒന്നും കാണാൻ പോയതല്ല, ഞാൻ ചാറ്റ്ജിപിടിയോട് അഭിപ്രായം ചോദിക്കാം. ഒന്നും ചോദിക്കരുത്. നീ ഒന്നും ചോദിക്കരുത്. നീ ഒന്നും ചോദിക്കരുത്. നീ ഒന്നും അതിനെപ്പറ്റി തിരക്കരുത്. നീ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ? ഇത് ആദ്യം തൊട്ടുള്ള പാർട്ട് കാണാതെ ഈ പകുതി പാർട്ട് ഇല്ലടി, അത് കണക്റ്റഡ് ഒന്നും അല്ല. പക്ഷെ അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നൊന്നുമില്ല. ഞങ്ങൾ നേരെ എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അനുവിന്റെ റിയാക്ഷൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. ഇതാണ് വ്യൂവിന്റെ. നമ്മളിപ്പോ ഇങ്ങോട്ട് വരും, നമ്മള് അവിടെ ചേട്ടന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് നടന്ന് ഇങ്ങോട്ടേക്ക് വരും. മലയാളം പടങ്ങൾ ഇവിടെ റിലീസ് ആവാറില്ല. ഇവിടെ മൊത്തത്തിൽ ഇംഗ്ലീഷ് പടങ്ങൾ മാത്രമേ റിലീസ് ആവാറുള്ളൂ. ഇതെന്റെ പുതിയ ഗ്ലാസ് ഗൈസ്. ഇത് ഞാൻ എന്റെ പുതിയ റീബാറ്റ് ഗ്ലാസ്. അടിപൊളിയല്ലേ? നമ്മളാണെങ്കിലുണ്ടല്ലോ ചേട്ടൻ്റെ വീട്ടിലെത്തി, ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും കയറി ചെന്നിട്ട് ഉണ്ടാവും. ഇവിടെ ഉറങ്ങുമായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് കയറി ചെന്നൊരു സർപ്രൈസ് കൊടുക്കാം അല്ലേ? ഒരു സർപ്രൈസ്. ഉറക്കമായിരുന്നോ? ചേട്ടൻ ഉറങ്ങാണോ?
ഞാൻ ഉറക്കായിരുന്നു. ചേച്ചിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ടല്ലേ? എനിക്ക് നാളെ ഡ്യൂട്ടി. സിനിമയ്ക്ക് വരുന്ന സിനിമയ്ക്കോ? സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഒരു പാട്ട് ഇംഗ്ലീഷ് പടം. പാട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, നീ സിനിമ ഇവിടെയോ? കണ്ടിട്ട് പേരില്ല. വ്യൂല്. ആഹാ, എന്താ പരിപാടി? കുളിക്കണോ? വ്ളോഗ അനു, നീ വർക്കൗട്ട് ചെയ്യുവാണോ? യെസ്, ഇവിടെ എന്തായാലും വന്നാലും ഇന്ന് പ്രൊഡക്റ്റ് ഈവനിങ്. അത് എത്ര കിലോ ആഡ് ചെയ്തത്? ഇത് 2 കിലോ. അനുവേ, ഞാൻ നിനക്കൊരു ചലഞ്ച് തരട്ടെ. എന്ത് സിമ്പിൾ ചലഞ്ചാ. എന്ത്? ഇവിടെ ഡമ്പല് കിടപ്പുണ്ട്, ഈ ഒരു ഡമ്പല് നിനക്ക് പൊക്കാവോ? സിമ്പിൾ സാധന. ആദ്യം പൊക്കി കഴിഞ്ഞാൽ നിനക്ക് പൊക്കാൻ മേടിച്ചു തരാം. ഞാൻ ഒരു സിമ്പിൾ ചലഞ്ച് വാങ്ങി തരാന്ന് പറഞ്ഞത്. അപ്പം അത് പക്ഷേ ഒരു ഇത് മറ്റേ ഈ വാക്കിന് വിലയില്ലാത്ത ഓക്കെ, നിനക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് ആ സംഭവം പൊക്കാൻ പറ്റുമോ നിനക്ക്? സിമ്പിൾ ചലഞ്ചാണ് നിനക്ക്. ഏതെങ്കിലും ഒരു ഡമ്പൽ പൊക്കിയാ അല്ലത് ഈ സാധനം ഇത് പൊക്കണം. ഞാൻ പൊക്കി കാണിച്ചു തരാം. സിമ്പിൾ. ഇത്രയും പൊക്കിയാ മതി. ചെയ്, സിമ്പിൾ സാധനം. സിനിമയ്ക്ക് ഞാൻ വരണ്ട. അപ്പം അതെന്താ? ഞാൻ ഇതും പൊക്കി ഇവിടെ നിന്നാ മതി. റെഡിയാണോ? പൊക്ക്, എണീറ്റിക്ക്. 2 ദിവസം എനിക്ക് എടുക്കാം. ഇല്ല, ഒറ്റ കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് പൊക്കി എടുക്കണം. എടി അങ്ങനെയല്ല, നീ 2 കൈ കൊണ്ടാ ലിഫ്റ്റ് ചെയ്തേ. അതൊക്കെ സുഷ്, നീ ഉണ്ടല്ലോ സ്നേഹമില്ലാത്ത ഒരു ഭർത്താവിനോട് പണിയെടുപ്പിക്കുന്നു. ഒറ്റ കൈ കൊണ്ട് പൊക്ക് നീ. ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷെ എന്റെ പോപ്കോണും എന്റെ ഫാൻഡേയും മറക്കണ്ട. ആലോചിക്കാം. അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെ എന്ത് ചലഞ്ച്? ഇതാണ് ഈ വാക്കിന് വിലയില്ലാത്ത ആൾക്കാരുടെ കഥയെന്ന് ഞാൻ കേൾക്കാം. എടി ഞാൻ മേടിച്ചു തരാം, നീ പൊക്ക്. പൊക്ക്, പൊക്കാലേ ഉള്ളു. 2 കൈ ഉപയോഗിച്ചു ഒറ്റ കൈ. ഞാൻ പിടിച്ചില്ല, നീ ഒറ്റ കൈ കൊണ്ട് പൊക്കണം. പൊക്ക് 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 പൊക്ക്. റെഡി, 1. എനിക്ക് കൈവേദനയായിരിക്കുമോ? ഇല്ല ഇല്ല, നീ അത്തേക്കാൻ വെയിറ്റ് ഒന്നും ഇല്ലടി. അത് എന്റെ ജസ്റ്റ് ഒരു 50 കിലോ. അറ്റാക്ക് വന്നാലോ? അത്തേക്കൊന്ന് ഞാൻ ആശുപത്രി കൊണ്ടുപോകണം. ഒന്ന് സഹായിക്കാം. ഞാനെന്ത് സഹായിക്കാനാ? നീ പറഞ്ഞു. ഞാൻ ഇല്ല, ഒറ്റ കൈ ഞാൻ പറയാം. ഒറ്റ കൈ കൊണ്ട് പൊക്കണം. അത് മനസ്സിലായി. അല്ലല്ല, ഞാൻ ഒറ്റ കൈ പറഞ്ഞ. പൊക്ക്, ഇങ്ങനെ പൊക്കണം. മേളിലേക്ക് പൊക്ക്. പിടിച്ചോണ്ട് നിക്കുന്നില്ല. അങ്ങനെയല്ല, പിടിച്ച് ലിഫ്റ്റ് ചെയ്ത് പൊക്കത്തേക്ക് പിടിക്ക്. ഇല്ല, നിന്നോട് പറഞ്ഞ നിന്നോട് ഒറ്റ കൈ കൊണ്ട് പോക്കാനല്ല ഞാൻ പറഞ്ഞത്. ഒറ്റ കൈ കൊണ്ട് പോക്കണം. അതാണ് ചലഞ്ച്. സിമ്പിളാണ്, നിന്നെക്കൊണ്ട് പറ്റുമോ? ചൂടെടുത്തിട്ട് നേരെ ഇങ്ങനെ പൊക്കുക, നേരെ ഒറ്റ ലിഫ്റ്റ്. എനിക്ക് ഇവിടുന്ന് പൊക്കാൻ പറ്റുന്നില്ല. അത് പൊക്കണം. ഈ കൈ സപ്പോർട്ട് ചെയ്തോട്ടെ. ഇല്ല, സപ്പോർട്ട് ചെയ്താൽ പോയി. അത് ചലഞ്ചിലില്ല. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് നോക്ക്. അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താ പോയി. ആ ചലഞ്ച് ഇങ്ങനെയാണ്. നിനക്ക് തന്ന ചലഞ്ച് ഇങ്ങനെയാണ്. മറ്റും നിനക്ക് നേരെ നോക്കിക്കോ. നീ പൊക്ക്. എടി നിനെക്കൊണ്ട് പറ്റൂടി. ഇത്രയും പറ്റിയില്ലേ? പൊക്ക് നേരെ. അയ്യോ, എന്റെ മതി വീഴു. മതി വെച്ചോ. ഇത് എത്ര കിലോണ്ടെന്ന് അറിയോടി നിനക്ക്? ഇത് എത്ര കിലോണ്ടെന്ന് അറിയോ നിനക്ക്? 2 കിലോ. 2, 4, 5, 6, 7, 8, 9, 10 കിലോ ഉണ്ട്. അതിന് 10 കിലോയാ നീ ഇപ്പൊ പൊങ്ങിയേ. ഇതൊക്കെ നിസ്സാരം. പേഷ്യൻസിനെ കമ്മാൻ പാടുന്ന എന്റെ അടുത്താണ് ഇതൊന്നും അല്ല ഞാൻ കണ്ടത്. പക്ഷെ നല്ല ചൂടുണ്ടല്ലേ? ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാണ് ഇവിടെ. സൂര്യനൊക്കെ എത്ര ഡിഗ്രി അടി ഇന്ന്? 10-20 ഡിഗ്രിയും കണ്ടൊക്കെ ആയിരുന്നു നേരത്തെ നോക്കിയപ്പോ. ഇന്നലെയൊക്കെ 10-20 ഡിഗ്രി ഉണ്ടായിരുന്നു. ഇന്നും ഏകദേശം ആ ഒരു ഇതിലൊക്കെ ഉണ്ട്. 20 ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഇപ്പൊ നമ്മളത് വണ്ടി കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്തു. ഇപ്പൊ സമയം കണ്ടില്ലേ? ഇപ്പൊ സമയം 8:30ആയി. 8:30, 9 മണിയാകാൻ പോകുന്നു. ക്ലൈമറ്റ് കണ്ടില്ലേ? ഇപ്പോഴും നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ചേട്ടനോട് ചേച്ചിയോടും ചോദിച്ചപ്പോൾ അവരും വരാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. അപ്പൊ പെട്ടെന്ന് പോയിട്ട് കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി. ചേച്ചിയാണെങ്കിൽ കുളിക്കാൻ വേണ്ടി കയറി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിനിമയ്ക്ക് പോകുന്നു. റെഡി അല്ലേ? റെഡി. സാധനങ്ങളെല്ലാം വാങ്ങിയാ? സാധനങ്ങളൊക്കെ മേടിച്ചു. ക്ഷീണമാണോ? ഭയങ്കര ക്ഷീണമാണല്ലോ. ഭയങ്കര ക്ഷീണം. എന്നാ പറ്റി? ഒന്നും പറയണ്ട. എന്തേലൊക്കെ പറ.
അപ്പം ഞങ്ങളാണെങ്കിൽ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തെ കാണിച്ചു തന്നില്ലേ, അപ്പം 2 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്. അപ്പം അതെ ഇപ്പം ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കാൻ തോന്നണല്ലേ? സൺസെറ്റ് കഴിഞ്ഞിട്ടില്ല, അവിടെ ഇങ്ങനെ സൂര്യൻ താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി തിയേറ്ററിൽ ചെന്നിട്ടല്ലേ. അങ്ങനെ നമ്മളാണെങ്കിൽ നടന്നത് തിയേറ്ററിൻ്റെ അടുത്ത് വരെ എത്തി. ഇതാണ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ഇവിടെ ഇത് നേരെ ബീച്ചാണ്, ആ കാണുന്ന ബീച്ചാണ്. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് തിയേറ്റർ കാണുന്നത്. ഇവിടെ ഉണ്ടല്ലോ ടിക്കറ്റിൻ്റെ പ്രൈസ് പറഞ്ഞത് 4.9 ആണ് ഏറ്റവും ചീപ്പസ്റ്റ് പറഞ്ഞത്. പിന്നെ 5.99 ഉണ്ട്, പിന്നെ 6.99 ഉണ്ട്. അങ്ങനെ 3 കാറ്റഗറിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തപ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ മാത്രമേ തിയേറ്ററിലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 4.99 ആണ് ബുക്ക് ചെയ്തത്. നമുക്ക് എവിടെ കയറി ഇരിക്കാമല്ലോ ആളില്ലെങ്കിൽ. അപ്പം അങ്ങനെ നമുക്ക് കയറി ഇരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ സമയം 9:17 ഇവിടെ എന്ന് പറയുമ്പോൾ പരസ്യം ഏറ്റവും ആദ്യം ഇടുന്നത്. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു 10, 15, 20 മിനിറ്റൊക്കെ പരസ്യം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. അങ്ങനെ നമ്മളാണെങ്കിൽ ഉള്ളിലേക്ക് കയറി. ചേട്ടനും ചേച്ചി ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ ടിക്കറ്റ് എടുത്താൽ ഇവിടെ ഇത് കണ്ടോ, ഞങ്ങളിവിടെ വന്നപ്പോൾ പോപ്കോണും വാങ്ങി, ഡ്രിങ്കും വാങ്ങി. പോപ്കോൺ 8 പൗണ്ടും ഡ്രിങ്കിന് 5 പൗണ്ട്. അവൾ പിടിച്ചേക്കണ ഡ്രിങ്കിന് 5 പൗണ്ടിന്റെ കോളേ കുടിക്കത്തുള്ളൂ അവള്. ഓ 2 പേരേ ഉള്ളൂ. Our relationship with money is formed from a young age. സിനിമ തുടങ്ങി, ഞങ്ങൾ കണ്ടിട്ട് വരാം. Come on over. Family. Mind if I join you? Have a seat. Careful now. Oh, good. I'm okay. It's okay. It's all right. ഇതിന് നല്ല ഹൊറർ ഫിലിം കാണിക്കുന്നതായിരുന്നു. സോ പത്തറ്റിക് മൂവി. അതെ പറ, എങ്ങനെയുണ്ടായിരുന്നു മാഡം? നിനക്ക് ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ സമയം പോയത് അറിയാതെ ഇങ്ങനെ കണ്ടിരിക്കും. മാർക്കോയൊക്കെ ഇതിന്റെ മുന്നിൽ ഒന്നും അല്ലാതെ വല്ലാത്ത രീതിയിൽ. നീ എന്താ എന്നോട് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്? അയ്യോ വല്ലാത്ത ജാതി ഒരു എക്സ്പീരിയൻസ് നിനക്ക് കിട്ടിയ? വല്ലാത്ത എക്സ്പീരിയൻസ് ആയി. അനു പേടിച്ച് മുള്ളിയിലെന്നേ ഉള്ളൂ. ഇല്ല എന്നാലും അവർ രണ്ടുപേരും അവസാനം സേവ് ആവും. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ എക്സ്പീരിയൻസ്? ചിലതൊക്കെ ഞാൻ കണ്ണടച്ചാ കണ്ടത്. എനിക്ക് ആ ഫീൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെയൊക്കെ നമ്മുടെ മുന്നിലും അതുപോലെ എന്തൊക്കെയോ നടക്കാൻ പോകുന്ന ഡേഞ്ചർ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ ഇത് കാണുന്നത്? ഞാൻ ഇതിന്റെ 1 to 5 കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. അതേട്ടല്ലേ ഇതിന്റെ 1 to 5 ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൽ നോക്കിയാൽ മതി. ചേട്ടന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇവളിങ്ങനെ കയ്യെ പിടിച്ച് എനിക്കറിയാലോ ഇതിന്റെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചേട്ടൻ മറ്റേ 1 to 5 കണ്ടിട്ടുണ്ടോ? 1 to 5 2-3 മിസ് ഉണ്ട്, ബാക്കി 3 കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ചില പിച്ചിങ്ങനെ വരുന്നില്ല. ഓർമ്മയുണ്ടോ? ഒന്നും ശരിയാകുന്നില്ലല്ലോ. 2-3 മിസ്സായി പോകും. ചുമ്മാ അങ്ങനെ തള്ളി പറിക്കാന്നൊക്കെ. എന്താ ചേട്ടൻ വിട്ടുവിളിക്കാൻ പാടില്ലല്ലോ. പക്ഷെ കണക്കില്ല, 2-3 മിസ്സായി പോകുന്നുണ്ട്. ആ പടം ടോട്ടൽ 5 6-ാമത്തെ ഇത് 6-ാമത്തെ. എന്താ പേടി കിടക്കുന്ന ഉള്ളില്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് ആ ഒരു സംഭവം എടി അനു, ഞാൻ ചോദിച്ചാൽ നിനക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സംഭവം നിനക്ക് ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ? നല്ല സിനിമയായിരുന്നു. അടിപൊളിയല്ലേ? അയ്യോ വല്ലാത്ത സിനിമ, ഒരുമാതിരി പേടിപ്പിക്കുന്നു. ഇതില് നല്ല ഹൊറർ ഫിലിം. ഞാൻ ഇവളോട് ഈ സിനിമ കാണാന്ന് 2 ആഴ്ചയായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. 2 ആഴ്ചയായിട്ട് എനിക്കൊന്നും വയ്യ ഈ പൊട്ട ഇംഗ്ലീഷ് പടം കാണാൻ പറഞ്ഞ് നിന്നവളാണ് ഇവള്. ഇവക്ക് ഈ പ്രേതപ്പടമൊക്കെ ആയിരുന്നു ഇവക്ക് ഇഷ്ടം. ഞങ്ങൾ പടം തുടങ്ങിയപ്പോഴാണെങ്കിലും ഞങ്ങൾ കൂടാണ്ട് 2 പേരും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അവര് ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോയി. പേടിച്ചിട്ട് പോയതാന്ന് തോന്നുന്നു അല്ലേ? അയ്യോ അതൊരു എക്സ്പീരിയൻസ്. നിങ്ങള് ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടു കഴിഞ്ഞാൽ വರ್ತല്ലേ?
വർത്ത് തന്നെയാണ്. പക്ഷെ ആ പോപ്കോണും ഡ്രിങ്കും വറുത്തല്ല, അവളുടെ ഒരു പോപ്കോണും ഡ്രിങ്കും. ഒന്നും വേണ്ട, ഒരു 7 പിന്നെ 5 പൗണ്ട്. 5 പൗണ്ട് എന്ത് വിലയാ പുറത്ത്? ഗ്ലാസ് പുറത്ത് 1 പൗണ്ടിന് മറ്റു വലിയ അതുകൊണ്ടല്ല, അത് തിയേറ്ററിൽ വന്ന് അവരുടെ ഗ്ലാസ്സിൽ കുടിക്കുന്നത് വേറെ അതിനാണ് അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, എയർപോർട്ടിൽ പോയിരുന്ന് നമ്മൾ ഓരോ സാധനം വാങ്ങുന്നതിന് അവിടെ വേറെ അതൊക്കെ ചായക്ക് തന്നെ അവിടെ വലിയ പൈസ. അതൊക്കെ പക്ഷെ ഇത് നീ ആലോചിക്കണം, 5 പേർക്ക് കഴിക്കാം 5 പൗണ്ടിന് ഡ്രിങ്ക്. പോപ്കോൺ പിന്നെ ഓക്കെ എന്ന് പറയാം, ഇത് സ്മോളിനാണ് 5 പൗണ്ട്. എന്തായാലും പടം അടിപൊളിയാണ്, നിങ്ങൾ പടം കാണാൻ പറ്റുന്നവരെ കാണുക. എനിക്ക് 1 to 5 നെറ്റ്ഫ്ലിക്സിലുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ആമസോൺ പ്രൈമിലാണോ നെറ്റ്ഫ്ലിക്സിലാണോ ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഞാനാണെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ എല്ലാം കണ്ടിട്ട് പോയത് പറഞ്ഞാൽ എനിക്ക് കുറേ സീനൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും അവസാനത്തെ സീൻ, അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതെന്നെ പ്രതീക്ഷയായിരുന്നാ? ഇല്ല, ഞാൻ ഓർത്ത് അവരെ വെറുതെ വിടുമായിരിക്കും, അവരായിരിക്കും അടുത്ത പാർട്ടിന്റെ ട്വിസ്റ്റ് പറയാതെ അവരായിരിക്കും അടുത്ത പാർട്ടിന്റെ മെയിൻ എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ ഡയറക്ടർ അടുത്ത പാട്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇത് ഇവര് ചത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അടുത്ത പാർട്ടില്ലേ? ദ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓൾറെഡി ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഡെസ്റ്റിനേഷൻ ദ ലാസ്റ്റ് ചാൻസ്, അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് ഇനി. ഇത്ര നേരം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടേ പുറത്തിറങ്ങിയിട്ട് ഫുൾ ഒരു പേടിമയം ഉള്ളിൽ നിൽക്കുന്നത് പറയാൻ പറ്റില്ല. നമ്മള് നെക്സ്റ്റ് നമ്മളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മരണം ഇങ്ങനെ ഓടി വരില്ലേ? അയ്യോ പേടി വരുന്നു. അതുപോലെ അത് ബ്രൂട്ടലായിട്ട് ഭരിക്കണ്ട, അതിന് നല്ല സമാധാനമായി ഭരിച്ചാൽ മതി. പേടിയാണ്, ഫ്ലൈറ്റ് വല്ലതൊക്കെ പോകുന്നുണ്ടോ അതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നാ മറ്റേ അഹമ്മദാബാദില് അതുണ്ടായത് ഇതുപോലെയൊക്കെ ആയിരിക്കില്ലേ? ഐ മീൻ അങ്ങനെയല്ല, ആ മറ്റേ ഹോസ്റ്റലിൽ നിന്ന് അവരറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പെട്ടെന്നൊരു ഫ്ലൈറ്റ് ഇരുന്നവർ ഓക്കെ ഫൈൻ, പക്ഷെ ആ ഹോസ്റ്റലിൽ നിന്നവർക്ക് വേറെ എങ്ങോട്ടേക്കൊക്കെ ആ ഫ്ലൈറ്റിന് പോയി ഇടിക്കായിരുന്നു. ഇതാണ് ലൈഫ് അപ്പോൾ വെരി ഷോർട്ട് ആണ് അല്ലേ? ലൈഫ് എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ആണ് പറയുന്നുണ്ടല്ലോ, ലൈഫ് ഭയങ്കര ഷോർട്ടാണ്, നമുക്ക് എന്താ ഡോക്ടർ പറഞ്ഞല്ലേ, നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യാനോ നോക്കട്ടെ. ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപ, പാടി കളിക്കുന്നു, ഓൾവേസ് ബി ഹാപ്പി അല്ലേ? അങ്ങനെയല്ലേ വിജയ് പറഞ്ഞേക്കണത്? അറിയത്തില്ല, ചേച്ചി വിജയ് ഫാൻ അല്ലേ? ഓ ചേച്ചി സൂര്യ ഫാനാണല്ലേ? അപ്പൊ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ചേച്ചി ഗുഡ് നൈറ്റ്. നാളെ ഡ്യൂട്ടി ഉണ്ടല്ലേ? ചേച്ചിക്ക് മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിൽ നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ബൈ ബൈ.